ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ ഉന്തിയാൽ ഗേറ്റ് തുറക്കും. ഹായ് ഗായ്സ്, പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് അനാമിന്റെ വീട്. ഗൈസ്, നമ്മൾ എങ്ങനെയാണ് ഗേറ്റ് തുറക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ ഉന്തിയാൽ ഗേറ്റ് തുറക്കും. ഇത് ഗേറ്റ് തിരിച്ചു കൂട്ടേണ്ട വിധം ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഒരൊച്ച വരും. അന്നേരം ഗേറ്റ് പൂട്ടിയെന്നാണ് എൻ്റെ അർത്ഥം. പിന്നെ ഹലോ കൊണ്ടാക്കിയിട്ടായിരുന്നിയാ ഓക്കെ എന്ന് കാണാം. അപ്പോൾ നമുക്ക് എല്ലാവരോടും ഹായ് പറയണം. അതാണ് നല്ലൊരു നന്മയുള്ള മനസ്സിൻ്റെ ഉദാഹരണം എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നടക്കണം. ഓക്കെ, നടന്ന് നമ്മൾ പോകുമ്പോൾ ആദ്യം ഒരു പീടിക കാണും. ആ പീടികയിൽ തുറക്കുമ്പോൾ തുറന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ പീടികയിലേക്ക് പോകണം. അതാണ് ഞാനേതോ വ്ളോഗർ എന്നുള്ള രീതിയിൽ നാട്ടുകാരെല്ലാം ഞാൻ ഫേമസ്. ഞാനേതോ വലിയ വ്ളോഗറാണെന്നുള്ളതാണ് എൻ്റെ. നമ്മളിങ്ങനെ നടക്കുമ്പോൾ പല വണ്ടികളും വരും. വണ്ടികൾ നടന്നാൽ ചത്തുപോകും. അപ്പോൾ അവിടെ എന്ത് വരും? ഫ്ലെക്സ് വരും. അതാണ് ഗൈസ്, അനാമിന്റെ വീട്ടിൽ അപ്രതീക്ഷിതമായി വന്നു. ആ വീഡിയോ ഞാൻ ഇടുന്നതാണ്. ഗൈസ്, ഇത് വല്ലാത്തൊരു വളവാണ്. ഈ വളവിലൂടെ പോകുമ്പോൾ ഒരു വൃത്തികെട്ടതാണ് ഈ വളവ്. ഇതേലൂട്ടെ പോണ്ടേ? നേരെ. ഓ ഗൈസ്, ഓരോരോ വണ്ടിയിലും കാണുന്നുണ്ട്. ലിഫ്റ്റ് ചോദിച്ചാലോ? ഇങ്ങോട്ടേക്കല്ല വണ്ടി പോകുന്നത്, അങ്ങോട്ടേക്ക് കുട്ടികളെല്ലാം തട്ടിക്കൊണ്ടുവന്ന അതാ മോളെ തീർന്ന്. നമ്മളെ പിന്നെ തട്ടിക്കൊണ്ടുവരാം. 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരും. അതാണ് നമ്മള് 2 ദിവസം 1 മണിക്കൂർ കണ്ടോ. നമ്മൾ പമ്പളർ നടക്കുമ്പോൾ 2 കീക്കെല്ലാം കാക്കി വെക്കും. അപ്പൊ നമ്മള് തിരിച്ചു നോക്കിയിട്ട് ചിരിച്ചിട്ടങ്ങ് വിടുക. അതായത് ഇങ്ങനെ നമ്മള് പാവങ്ങളാണ് എന്നുള്ള രീതിയിൽ. നമുക്കിത് കഴിഞ്ഞിട്ട് കുളിക്കണം. കുളിച്ചിട്ട് കാണാം അമ്പലത്തിൽ പോകാൻ. അമ്പലം എന്ന് പറഞ്ഞാൽ അമ്പലമാണ്. അമ്പലത്തിൽ കൂടുതലൊന്നുമില്ല. AMBA LAM ആണ് അമ്പലം. ഓക്കെ ഗൈസ്, ഞാൻ സുന്ദരമായിട്ടില്ല ഗൈസ്. ഇവളെങ്ങാളും വരാം. ഇനി നമുക്ക് പീടികയിൽ എത്തിയിട്ട് കാണാം. ഓക്കെ, അല്ലെങ്കിൽ നാട്ടുകാരുടെ എത്തും നമ്മളെ നോക്കുന്നുണ്ട്. നാട്ടുകാരുടെ വിചാരം നമ്മൾ വലിയൊരു ഗൈസ്, ഈ ബ്ലോഗർമാരെയിൽ സമ്മതിക്കണം. ഈ നാട്ടുകാരെയിൽ മുന്നിൽ നിന്നെല്ലാം ഡാൻസ് കളിക്കുന്ന ആൾക്കാരെയല്ലോ. നമ്മളെല്ലാം ഒന്ന് വീഡിയോ എടുത്തിട്ട് പോകുമ്പോ തന്നെ നാട്ടുകാർ മറ്റേ അന്യജീവികളെ പോലെ നോക്കുന്ന അന്യഗ്രഹ കിട്ടിയില്ല. ഞാനും ഇട്ടിട്ടില്ല. അവിടെ ആരും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. പീടിയല്ല, പീടിയയിൽ ഇവൾക്ക് മാത്രമായിട്ട് തുറന്നു വെച്ച പീടിയാണല്ലോ. അതുകൊണ്ട് ആരും ഉണ്ടാവില്ല. നേരെ നോക്കി നടക്കണം, അല്ലെ ഊര് ചന്ദിച്ച് വീഴും. ഇതൊന്നും ഞാൻ കട്ടാക്കുന്നതല്ല, ഇതെല്ലാം ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. സാധനം വാങ്ങിയത് സാധനം നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ആ കടയിൽ വേറെ ആരും ഉണ്ടാവില്ല, നമ്മള് മാത്രമേ ഉണ്ടാവുന്നു. ഡയലോഗ് നമ്മൾ വീട്ടുകാർക്ക് പ്രത്യുപകാരം ചെയ്യുന്ന രീതിക്കായിരിക്കണം നമ്മുടെ ജീവിതം. നല്ല വീട്. ഞാനാണ് ഇതിന് പ്ലാൻ ചെയ്തത്. ഞാനാണ് ഈ വീടിന് എങ്ങനെ ആർക്കിടെക്ട് ആയിരുന്നു ഞാൻ. ആ വീട്ടുകാർ കേൾക്കണ്ട. ഇന്റീരിയർ ഡിസൈനിങ് ഒക്കെ എൻ്റെയാണ്. അപ്പം വേണ്ടവർ ഇവിടെ കണ്ണൂർ ജില്ലയിലെ മക്രേരിയിൽ വരേണ്ടതാണ്. കണ്ണൂർ ജില്ലയിൽ മക്രേരിയിൽ വരേണ്ടതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഇങ്ങനത്തെ നല്ല നല്ല ഡിസൈൻസുകൾ പറഞ്ഞു തരും. എന്നിട്ട് തെറ്റിച്ചിട്ട് എൻ്റെ ഇലക്ട്രീഷ്യൻ ഒരു മനുഷ്യനെ പോലെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ. മനുഷ്യനല്ലേ, അവരെ പറമ്പത്ത് നിൽക്കൂലേ. നമ്മൾ ശാന്തി സമാധാനമുള്ള നാടാണ്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ അമ്പലം കാണിച്ചു തരാം. അമ്പലം ബസ് അതിലും അടിപൊളി സ്ഥലം. നമുക്ക് അമ്പലം ബ്ലോഗ് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ സാധനം വാങ്ങിയതിന് ശേഷം നമ്മളിവിടെ പോന്നു. അമ്പലം. യെസ്, അമ്പലം. ഗൈസ്, ഇതാണ് എൻ്റെ സഹോദരി. രണ്ടാളേലും ഒരേ റീല്, രണ്ടാളേലും അപ്പുറം ഇപ്പുറം. കാരണം എന്താണ്? കണ്ടന്റ് ക്ഷമ. അതാണല്ലോ അവസ്ഥ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ ഇടക്കിടക്ക് വരണം. എൻ്റെ ഇവിടെ പോകണം, വേറെ എവിടെയും പോകാനില്ല. അപ്പൊ ഏതാ സ്ഥലമുള്ളത്? അപ്പൊ എന്ത് ചെയ്യും? ഉടുക്കാനില്ലാണ്ട് ഇവള് വന്നിട്ട് എൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് മക്കറിയാമ്പത്ത് പോവും. അതാണ് സംഭവം. അനാമിന്റെ ഡ്രസ്സ് ഇട്ടിട്ട് നല്ല സുഖമുള്ളതുകൊണ്ട് മിക്കവാറും ഞാൻ ഇതിട്ട് വീട്ടിൽ പോകും.
അപ്പൊ ഞാൻ അവിടെ പോകും, വീട്ടിൽ പോകും, അതെടുത്തിട്ട് അവള് വീട്ടിൽ പോകും. അതാണ് നടക്കാൻ പോകുന്നത്. ഇത്രയും നിഗൂഢമായ വഴികളിലൂടെയാണ് നമ്മൾ യാത്രയാകുന്നത്. ഞാൻ കാണിച്ചാൽ ഇതിലൂടെ എങ്ങനെ നടക്കണം എന്നുള്ളത്. കാലുകൾ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ 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 നടക്കണം. അപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എന്താണ് സേഫ്റ്റി ആയിട്ട് നമ്മളിങ്ങനെ നോക്കാൻ കിട്ടൂല. എന്നിട്ട് ഓളന്നെ പോകും. ഇപ്പോൾ സൂക്ഷ്മമായി നോക്കണം. ചിലപ്പോൾ നമ്മൾ വീഴും. വീഴുന്നത് ഉയർച്ചയിലേക്കുള്ള പടിയാണ്. എന്നിട്ട് വീണ്ടും നടന്നിട്ട് വീണ്ടും പോകും. ചിലപ്പോൾ ഉരുണ്ടുരുണ്ട് എവിടെ പോവും, ഉരുണ്ടുരുണ്ട് എവിടെ പോവും. കിണറല്ല, കുളമുണ്ട്. കിണറ് അച്ഛൻ കിണറ് പോലും വലിയ കിണറാണല്ലോ, ഒരു വലിയ കിണറിന്റെ വലിയ രൂപമാണല്ലോ കുളം. അതാണ് മലമ്പുഴയ്ക്ക് വേഴാമ്പൽ അല്ല, വേറെ എന്തോരു വേഴാമ്പൽ. പോണേ നടന്ന് ചെമ്പോത്തും വേഴാമ്പലിനും ഒരേ കുണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. ഒരേ ബാക്കാണ് അതുകൊണ്ടാണ്. അപ്പോൾ ഗൈസ് നമ്മളൊരു നല്ലതവണം നമ്മൾ അമ്പലത്തിലേക്കാണ് വരുന്നത്. അമ്പലത്തിൽ ശാന്തി സമാധാനം, നമ്മൾ നല്ല കുട്ടികളാക്കി നമ്മൾ മക്കരേരി അമ്പലം കാണിച്ചു തരാം. യെസ് യെസ്, ഇവളല്ല മക്കരേരി അമ്പലം, എൻ്റെ നാടാണ് മക്കരേരി. അപ്പം ഞാൻ ഇത്ര ശാന്തസുന്ദരമായ നാട്ടിലെ എൻ്റെ മക്കരേരി അമ്പലം, നമ്മളെ നാടിൻ്റെ മക്കരേരി അമ്പലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ക്യാമറ ഞാൻ ഇങ്ങോട്ടേക്ക് കൈമാറുന്നു ഗൈസ്. ടാറ്റ ഗൈസ്. ഇതാണ് നമ്മളെ മക്രേരി അമ്പലത്തിൻ്റെ ചിറ. നിങ്ങൾ എൻ്റെ റീൽസിൽ എൻ്റെ വീഡിയോസിൽ ഇത്രക്കും വിംബ്ലിച്ചമായ വീഡിയോ കാണുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കും. കാരണം എനിക്കിപ്പോഴാണ് ഒരു ടോപ്പിക് കിട്ടിയത്. ടോപ്പിക് കിട്ടുമ്പോൾ എൻ്റെ ആക്രാന്തം കണ്ടില്ലേ നിങ്ങൾ. ഇതാണ് നമ്മളെ മക്രേരി അമ്പലത്തിലെ കുളം. ഭയങ്കര രസമുള്ള കുളമാണ്, ഭയങ്കര രസമുള്ള കുളമാണ്. നമ്മളിത് സെറ്റപ്പ് ആക്കണം. നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ട് ഒരു ദിവസം നമ്മളെ വീഡിയോ ഫുൾ ഇടുന്നതായിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ ഇത്രയേ ആയിട്ടുള്ളൂ. കണ്ട ഗൈസ്, കൊന്നയെല്ലാം പൂത്ത് നിൽക്കുന്നുണ്ട്. അത്രക്കും മനോഹരമായ സ്ഥലമാണ് നമ്മളെ. നമ്മൾ അമ്പലം കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഇറങ്ങിയ കുന്ന് എങ്ങനെ കയറുമെന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത്. അയ്യോ തളർന്നു, മുട്ടുവേദന വന്നു. അപ്പം നമ്മളെ വീട്ടിലെത്തിയിട്ട് കാണിച്ചു. ടാറ്റ.